അസ്സലാമു അലൈക്കും. സൗദി വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് ട്രേഡ് ടെസ്റ്റ് നിർബന്ധമുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോഴും ഭയങ്കര സംശയമാണ് ഏതൊക്കെ കാറ്റഗറിക്കാണ് ട്രേഡ് ടെസ്റ്റ് വേണ്ടത്, ഏതൊക്കെ കാറ്റഗറിക്കാണ് ട്രേഡ് ടെസ്റ്റ് വേണ്ടാത്തത്. ഡ്രൈവർക്ക് വേണോ, കുക്കിന് വേണോ, ബാർബർക്ക് വേണോ, ഇതിൻ്റെ ടെസ്റ്റ് സെൻറ്ററുകൾ കേരളത്തിലുണ്ടോ, പിന്നെ അടുത്ത് എവിടെയാണുള്ളത്, തമിഴ്നാട്ടിലുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഒരുപാട് ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഇത് ഓരോ ആൾക്കാരും ഇത് ഓരോ കാറ്റഗറി വരുമ്പോൾ അവർക്ക് പരിചയമുള്ള ട്രാവൽസിൽ ഫോൺ വിളിക്ക് ചോദിക്കും, ഡ്രൈവർക്ക് എവിടെ കേരളത്തിൽ ടെസ്റ്റ് ഉണ്ടോ, കുക്കിനുണ്ടോ, ബാർബർക്കുണ്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ ഇത് സ്വന്തം ഇരുന്ന് ചെക്ക് ചെയ്യാനും മനസ്സിലാക്കാനും ഉള്ള വെബ്സൈറ്റ് ഏതാണ്, എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു അറിവ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അസ്സലാമു അലൈക്കും. സൗദി വിസ സ്റ്റാമ്പിങ്ങിൻ്റെ ടെസ്റ്റ് സെൻറ്ററുകൾ എവിടേക്കാണുള്ളത്, അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് ഗൂഗിളിൽ പോയി SVP ഇൻ്റർനാഷണൽ എന്ന് ടൈപ്പ് ചെയ്യുക. SVP ഇൻ്റർനാഷണൽ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. അപ്പോൾ ഫസ്റ്റ് കാണുന്ന PACC ഹോം പേജ് എന്ന് ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കാണും. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. അത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രി എന്നൊരു സ്ഥലം കാണാം. അതിൻ്റെ താഴെയായിട്ട് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുക. ഇന്ത്യ. അതിനുശേഷം ഏത് പ്രൊഫഷനാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, ഏത് വിസയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ പ്രൊഫഷൻ, അതിന് ഒക്യുപ്പേഷൻ എന്ന സ്ഥലത്ത് ടൈപ്പ് ചെയ്യുക. ഈ മൗസ് കൊണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രൊഫഷൻ ഓപ്പണായി നിങ്ങൾക്ക് കാണാം. ഈ പ്രൊഫഷൻ എല്ലാം ട്രേഡ് ടെസ്റ്റ് നിർബന്ധമുള്ളതാണ്. ഈ പ്രൊഫഷനെല്ലാം ഇന്ത്യയിൽ വിസ അടിക്കുന്നതിന് ട്രേഡ് ടെസ്റ്റ് നിർബന്ധമാണ്. ഇത് ഓരോ സ്ഥലത്തും ഇതിൻ്റെ എല്ലാം ട്രേഡ് ടെസ്റ്റുകൾ ഉള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾക്ക് കാണാം കാർ ബോഡി റിപ്പയർ, മെക്കാനിക്കൽ, സ്റ്റോൺ ക്രഷർ, മൈനിങ്. നിങ്ങൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി ഫുള്ള് നോക്കി നോക്കൂ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇലക്ട്രീഷ്യൻ എന്ന് ടൈപ്പ് ചെയ്യാം. ബിൽഡിംഗ് ഇലക്ട്രീഷ്യനാണ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ താഴെ സിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടേക്കാണ് ഈ ടെസ്റ്റ് സെൻറ്ററുകൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണാം. ജംഷഡ്പൂർ, ഹൈദരാബാദ്, കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ, പട്ന, അലിഗാർ, പട്ന, മുംബൈ, മഹാരാഷ്ട്ര, ന്യൂഡൽഹി, ലക്നൗ, ചെന്നൈ, മുംബൈ, ഗോരഖ്പൂർ, ഈ ലിസ്റ്റുകൾ, എറണാകുളം. കണ്ടില്ലേ, എവിടേക്കാണ് ഇതിൻ്റെ ടെസ്റ്റ് സെൻറ്ററുകൾ ഉള്ളത് അതിൻ്റെ ലിസ്റ്റ് ഫുള്ള് ഈ സിറ്റി എന്ന് എഴുതിയ ഭാഗത്ത് അതിൻ്റെ അടിയിൽ ഓപ്പണായ ഒന്ന് നിങ്ങൾക്ക് കാണാം. ഞാൻ എറണാകുളം എന്നുള്ള ഇത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സെർച്ച് എന്ന അതിൻ്റെ അടിയിലെ ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതാ ഇറം ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥലത്താണ് ഇതിൻ്റെ ടെസ്റ്റ് സെൻറ്റർ ഉള്ളത്. അങ്കമാലി സൗത്തിൽ എറണാകുളത്താണ് ഇതിൻ്റെ ടെസ്റ്റ് സെൻറ്റർ ഉള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഏത് പ്രൊഫഷൻ വേണമെങ്കിലും ഇതുപോലെയാണ് ഒക്യുപ്പേഷൻ എന്ന സ്ഥലത്ത് പ്രൊഫഷൻ ടൈപ്പ് ചെയ്ത് ഏത് സിറ്റിയാണ് എന്നുള്ള നിങ്ങൾക്ക് ലിസ്റ്റ് കാണും. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇറം ടെക്നോളജിയിൽ ഈ എറണാകുളത്ത് ഏതൊക്കെ പ്രൊഫഷനാണ് ഇപ്പോൾ ടെസ്റ്റ് എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇറം ടെക്നോളജി ഞാൻ കോപ്പി ചെയ്തു. അതിന് ശേഷം ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഏറ്റവും മുകളിലുള്ളത് അതിൻ്റെ ലിങ്ക്ഡനിൻ്റെ വെബ്സൈറ്റാണ്. അതിലല്ല, അതിൻ്റെ മൂന്നാമത്തെ ഇറം സ്കിൽ അക്കാഡമി എന്നുള്ള ഒന്ന് നിങ്ങൾക്ക് കാണും. ഇറം സ്കിൽസ് .in എന്നുള്ള അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നതാണ്. ഓപ്പൺ ആയതിന് ശേഷം ഇങ്ങനെയാണ് ഓപ്പൺ ആവുക.
സൗദി SVP എന്നൊരിത് കാണാം. അതിൻ്റെ മുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ പ്രൊഫഷനാണ് അവിടെ ടെസ്റ്റ് എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ലിസ്റ്റ്, അവൈലബിൾ ട്രേഡ് ഫോർ സ്കിൽ വെരിഫിക്കേഷൻ എന്നുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. അവിടെ ഉള്ളത് ടെസ്റ്റ് ഉള്ളത് ഇലക്ട്രീഷ്യൻ, പ്ലംബർ, വെൽഡർ, ഓട്ടോമൊബൈൽ ഇലക്ട്രീഷ്യൻ, ഓട്ടോ മെക്കാനിക്, ഓട്ടോ ഇലക്ട്രീഷ്യൻ, HVAC മെക്കാനിക്, ബിൽഡിംഗ് ഇലക്ട്രീഷ്യൻ, ഇലക്ട്രിക്കൽ ഡിവൈസ് മെയിൻ്റെനൻസ് ടെക്നീഷ്യൻ, പവർ കേബിൾ കണക്ടർ, പൈപ്പ് ഇൻസ്റ്റാളർ, ബ്ലാക്ക് സ്മിത്തിങ് എന്നുള്ള കാറ്റഗറിയാണ് അവിടെ ടെസ്റ്റ് എടുക്കുന്നത്. ഇത് കൊച്ചിയിലാണ്. ഇതുപോലെ നിങ്ങൾക്ക് വേറെ പ്രൊഫഷന് എങ്ങനെയാണ് എവിടേക്കാണ് ഉള്ളതെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ സെയിൽസ്മാന് ഇപ്പോൾ ടെസ്റ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതായത് സെല്ലർ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. സെയിൽസ്മാൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോ ഡാറ്റ അവൈലബിൾ എന്നാണ് കാണിക്കുക. അപ്പോൾ നിങ്ങൾ സെല്ലർ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. SELLER സെല്ലർ ടൈപ്പ് ചെയ്ത് അടിയിൽ അതിൻ്റെ സിറ്റി എന്ന സ്ഥലത്ത് എവിടേക്കാണ് അതിൻ്റെ ടെസ്റ്റ് ഉള്ളതെന്ന് കാണാം. ന്യൂഡൽഹിയിലും ലക്നൗവിലുമാണ് ഇപ്പോൾ അവൈലബിളായിട്ട് കാണുന്നത്. അപ്പോൾ ഡൽഹി എന്നത് ഞാൻ സെലക്ഷൻ ചെയ്തു. സെർച്ചിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഡൽഹിയിലെ അഡ്രസ്സാണ് നിങ്ങൾ ഈ നടുഭാഗത്ത് കാണുന്നത്. വെബ്സൈറ്റിൻ്റെ നടുഭാഗത്ത് അറബർ ടെക് BSL സെൻറ്റർ ബ്രാഞ്ച് 2 എന്നാണ് ടെസ്റ്റ് സെൻറ്ററിൻ്റെ പേര്. വേറെ കുക്ക് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കാം. കുക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോ ഡാറ്റ അവൈലബിൾ ആണ് കാണുന്നത്. അപ്പോൾ അതിന് പകരം ഷെഫ് എന്നാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. SHEF ഷെഫ് എന്ന് ടൈപ്പ് ചെയ്ത് സിറ്റി ഭാഗത്ത് എനിക്ക് കാണാൻ കഴിയുന്നത് സിക്കറിലും മുംബൈയിലും ലക്നൗവിലും മാത്രമാണ് ഷെഫിൻ്റെ ടെസ്റ്റ് സെൻറ്ററുകൾ ഉള്ളത്. അതിനുശേഷം ബാർബർ നോക്കി നോക്കാം. ബാർബറിൻ്റെ അവൈലബിൾ ഉള്ളത് മൾഡ, വെസ്റ്റ് ബംഗാൾ, ന്യൂഡൽഹി. ഡൽഹിയിൽ 2 സെൻറ്ററുകളുണ്ട് എന്ന് തോന്നുന്നു. മൾഡ വെസ്റ്റ് ബംഗാളിലും ഡൽഹിയിലുമാണ് ഉള്ളത്. കാർപ്പൻ്റർ കേരളത്തിലുണ്ട്. നമ്മൾ ആ ലിസ്റ്റിൽ ഇത് വെബ്സൈറ്റിൽ നമ്മൾ കണ്ടതാണ് അല്ലേ? നോ, അതിലില്ല. ഇലക്ട്രീഷ്യൻ, പ്ലംബർ, വെൽഡർ ഉള്ളൂ. കാർപ്പൻ്റർ കാണുന്നില്ല. അപ്പോൾ കാർപ്പൻ്റർ നമുക്ക് നോക്കി നോക്കാം. ഫർണിച്ചർ കാർപ്പൻ്റർ. അപ്പോൾ അതിൻ്റെ ഉള്ളത് കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ, പട്ന, സിക്കർ, പട്ന, മുംബൈ, സിക്കർ, ന്യൂഡൽഹി, ചെന്നൈ, മുംബൈ, ഗോരഖ്പൂർ. കേരളത്തിൽ എവിടെയും കാണുന്നില്ല. ചെന്നൈയിലുണ്ട്. അപ്പോൾ കേരളത്തിലൊക്കെ ഉള്ള ആളുകൾക്ക് ചെന്നൈയിൽ പോയിട്ട് ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫർണിച്ചർ കാർപ്പൻ്റർ. പിന്നെ ഓട്ടോ മെക്കാനിക് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ മെക്കാനിക് വരും. അതിൻ്റെ സിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മുംബൈ, ന്യൂഡൽഹി, ലക്നൗ, ചെന്നൈ. ഇനി ഡ്രൈവർ, പല ആളുകൾക്കും ഡൗട്ടുണ്ട്. ഡ്രൈവറിന് ടെസ്റ്റ് ആവശ്യമുണ്ടോ, എവിടേക്കാണ് അതിൻ്റെ ഇതുള്ളത്? ഡ്രൈവർ ഒരുപാട് വിസകൾ വരുന്നതാണ് ഡ്രൈവറുടെ. ട്രക്ക് ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഡ്രൈവർ എന്ന് മാത്രം ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഡ്രൈവറുടെ എല്ലാ ലിസ്റ്റും വരും. ഹെവി ട്രക്ക് ഡ്രൈവർ, ബസ് ഡ്രൈവർ, കാർ ഡ്രൈവർ, മിനി ട്രക്ക് ഡ്രൈവർ, ട്രെയിലർ ട്രക്ക് ഡ്രൈവർ. ഈ ലിസ്റ്റിലുള്ള എല്ലാതും ടെസ്റ്റ് ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഈ ട്രക്ക് ഡ്രൈവർ എന്നുള്ള കാറ്റഗറി ഇപ്പോൾ കൗൺസിലേറ്റിൻ്റെ mofa.gov.sa എന്ന വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ അതിനു മുന്നേ തന്നെ നിങ്ങളുടെ കയ്യിൽ ആ വിസ ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൗൺസിലേറ്റിൽ വിസ അടിക്കാൻ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അപ്ഡേറ്റ് ആവുന്നതിന് മുന്നേ വിസ അടിക്കാൻ കൊടുക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ വിസ അടിച്ച് കിട്ടുന്നതാണ്. ബാക്കിയുള്ള ഇതൊക്കെ ടെസ്റ്റ് സെൻറ്ററുകളിൽ. അപ്പോൾ ഹെവി ട്രക്ക് ഡ്രൈവറിൻ്റെ ടെസ്റ്റ് എവിടെയാണ് ഉള്ളതെന്ന് നോക്കാം. അതിൻ്റെ മുകളിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. സിക്കർ രാജസ്ഥാനിൽ മാത്രമാണ് അതിൻ്റെ ടെസ്റ്റ് ഉള്ളത്, ഹെവി ട്രക്ക് ഡ്രൈവർ. ഇനി മിനി ട്രക്ക് ഡ്രൈവർ.
മിനി ട്രക്ക് ഡ്രൈവർ അജ്മീറിൽ കൂടിയുണ്ട്. അജ്മീറിലും ഉണ്ട്, സിക്കറിലും ഉണ്ട്. 2 സ്ഥലത്താണ് മിനി ട്രക്ക് ഡ്രൈവറിൻ്റെ ടെസ്റ്റ് സെൻ്ററുകളുള്ളത്. പല ആളുകൾക്കും ഡൗട്ടുണ്ട്, സൗദിയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ആൾ എക്സിറ്റ് അടിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പുതിയ ഡ്രൈവർ വിസയിൽ പോകുന്നുണ്ടെങ്കിൽ ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. ടെസ്റ്റിൻ്റെ ആവശ്യം തീർച്ചയായും ഉണ്ട്. സൗദിയിലെ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിലും പുതിയ വിസ അടിക്കാൻ ടെസ്റ്റ് നിർബന്ധമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ പാസ്പോർട്ട് എക്സ്പയർ ആവാനായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഏകദേശം 9 മാസം 10 മാസം വാലിഡിറ്റിയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പാസ്പോർട്ട് പുതുക്കിയതിന് ശേഷം മാത്രം പുതിയ ടെസ്റ്റ് അടിക്കാൻ കൊടുക്കുക. ടെസ്റ്റും ഓഫ് അടിക്കാനും വിസ അടിക്കാനും ഒക്കെ കൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് അവിടുന്ന് എക്സിറ്റ് അടിച്ച് വന്നു കഴിഞ്ഞാലും പുതിയ വിസയിൽ പോകണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാസ്പോർട്ടിൽ വാലിഡിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ പോയിട്ട് പാസ്പോർട്ട് പുതുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ടെസ്റ്റ് അടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വേറൊരു ഇത് ഫുഡ് ആൻഡ് ബീവറേജ് സെയിൽസ്മാൻ ഉണ്ട്. അതിൻ്റെ ഇത് നമുക്ക് നോക്കാം. ഫുഡ് ആൻഡ് ബീവറേജ് താഴെ പ്രൊഫഷൻ വന്നു, അതിൻ്റെ മുകളിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് ഉള്ളത് മൾഡ വെസ്റ്റ് ബംഗാളിൽ മാത്രമാണ്. ഇന്ത്യയിൽ മൾഡ വെസ്റ്റ് ബംഗാളിൽ മാത്രമാണ് ഫുഡ് ആൻഡ് ബീവറേജ് കൗണ്ടർ സെർവർ ഇതുള്ളത്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. കാരണം ഇത് കേരളത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഇതുള്ളത്. അതിൻ്റെ അഡ്രസ്സാണ് ഈ നടുഭാഗത്ത് കാണുന്നത്. അഞ്ജനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മൾഡ വെസ്റ്റ് ബംഗാൾ. ഓക്കെ, അപ്പോൾ മൾഡ വെസ്റ്റ് ബംഗാളിൽ എവിടെയാണ് ഇതുള്ളത് എന്നുള്ളത് ഞാൻ ഗൂഗിൾ മാപ്പിൽ പോയിട്ട് നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മലപ്പുറം മൾഡ വെസ്റ്റ് ബംഗാൾ, മലപ്പുറം ടു മൾഡ വെസ്റ്റ് ബംഗാൾ. ഈ ലാസ്റ്റാണ് ഉള്ളത്. നേപ്പാളിൻ്റെ ഒക്കെ ബോർഡറിലായിട്ട് ഇവിടെ ആയിട്ടാണ് വരുന്നത് എന്ന് തോന്നുന്നു. നേപ്പാളൊക്കെ അടുത്താണ് കാണുന്നത്. കണ്ടില്ലേ, 48 hours ഇതിൽ കാണിക്കുന്നത്. റോഡ് വേ ആണ് എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ ഫുഡ് ആൻഡ് ബീവറേജ് കൗണ്ടർ സെയിൽസ്മാൻ്റെ വിസ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുകൂടി അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. ഈ വെബ്സൈറ്റിൽ വേറെ സ്ഥലങ്ങളിൽ കേരളത്തിലോ അതിൻ്റെ അടുത്തോ ഇതിൻ്റെ ടെസ്റ്റിംഗ് സെൻറ്ററുകൾ ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിന് ശേഷം എടുക്കുക. കാരണം ഭാഷയും കാര്യങ്ങളും അറിയാത്ത ആളുകൾക്ക് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ടെസ്റ്റ് എടുക്കുക എന്നുള്ളതൊക്കെ വളരെ ദുരിതമാണ്. ഫസ്റ്റ് സൗദി ഗവൺമെൻറ്, സൗദി മിനിസ്ട്രി ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പ്രൊഫഷൻ്റെ ടെസ്റ്റും അവൈലബിൾ ആക്കിയതിന് ശേഷം മാത്രം ഈ നിയമം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഉപകാരമായി മാറി. ട്രാവൽ ഏജൻസികൾക്കും അതുപോലെ പോകുന്ന കാൻഡിഡേറ്റുകൾക്കും എല്ലാവർക്കും ഉപകാരമായി മാറിയേനെ. ഇത് ഭയങ്കര കാൻഡിഡേറ്റിനെയും എല്ലാവരെയും പോകുന്ന ആളുകൾക്കെല്ലാം ദുരിതം ആക്കുന്ന പോലുള്ളൊരു നിയമമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും സൗദി വിസ സ്റ്റാമ്പിങ്ങിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ. താങ്ക് യു എവരിവൺ.